നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശനെ മൂക്കുകയറിടാൻ കോർ കമ്മിറ്റി രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് നീക്കം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ്. കർണാടകയിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കർണാടകയിലെ പുതിയ കോൺഗ്രസ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഡി കെ ശിവകുമാറിനെ നിയന്ത്രിക്കാനായി, അല്ലെങ്കിൽ ഡി കെ ശിവകുമാറിന്റെ സർക്കാരിനെ നിയന്ത്രിക്കാനായി ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിരുന്നു അത്രേ. അതേ മോഡലിലാണ് കേരളത്തിലും ഒരു കോർഡിനേഷൻ കമ്മിറ്റി വേണമെന്നതാണ് കോൺഗ്രസ് മന്ത്രിമാരുടെയും MLA-മാരുടെയും നിലപാടെന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കമാൻഡിനെ കാണാൻ മുതിർന്ന നേതാക്കളുടെ ഒരു സംഘം തന്നെ ഡൽഹിക്ക് പോകുന്നു അത്രേ. പിണറായി വിജയന്റെ സ്റ്റൈലിൽ മറ്റു മന്ത്രിമാരെയും നേതാക്കളെയും നോക്കൂത്തിയാക്കി ഏകാധിപത്യ ശൈലിയിൽ മുന്നോട്ട് പോകാനുള്ള മുഖ്യമന്ത്രിയുടെ വി ഡി സതീശന്റെ നീക്കം തുടക്കത്തിലേ തടഞ്ഞില്ലെങ്കിൽ വൻ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് MP-മാരും നേതൃത്വത്തിന് നൽകിയിട്ടുണ്ടെന്നും ആ കുറിപ്പിൽ പറയുന്നു. റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇടപെട്ട് കളക്ടർമാരെ മാറ്റിയതും, PK കുഞ്ഞാലിക്കുട്ടി അറിയാതെ പുതിയ വ്യവസായ വകുപ്പ് ഡയറക്ടറെ നിയമിച്ചതുമൊക്കെ മുസ്ലിം ലീഗിനെയും ചൊടിപ്പിച്ചിട്ടുണ്ടത്രേ. കേന്ദ്ര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ചുമതല പൊതുഭരണ വകുപ്പിനായതിനാൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആ അധികാരം ദുരുപയോഗം ചെയ്യുന്നതായാണ് ഉയർന്നിരിക്കുന്ന ആക്ഷേപം. പരസ്പര ധാരണയും ചർച്ചയും ഏകോപനവും ഇല്ലാത്തതിനാൽ പോലീസ് ഉന്നത തലത്തിലെ അഴിച്ചുപണിയും നീളുകയാണ്. ഇപ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് ആ സ്ഥാനത്ത് തന്നെ തുടരുന്നത്. ഇത് UDF-ന്റെ പോലീസ് നയം നടപ്പാക്കാൻ തടസ്സമായി മാറുന്നുണ്ടെന്നത് ഉന്നത നേതാക്കൾ തന്നെ തുറന്നു സമ്മതിക്കുന്നു. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി IAS IPS നിയമനങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന കടുത്ത നിലപാടിലാണ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്കുള്ളതത്രേ. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പ്രധാന IAS IPS ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളിൽ പോലും ക്യാബിനറ്റിൽ വയ്ക്കാതെ അദ്ദേഹത്തിന്റെ ഓഫീസ് തീരുമാനമെടുത്ത് നടപ്പാക്കുന്ന രീതിയാണ് പിന്തുടർന്നിരുന്നത്. P ശശി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം നിയമനങ്ങൾ നടത്തിയതും ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ്. ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തിന് തന്നെ കടുത്ത എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. ഈ മോഡൽ നടപ്പാക്കാനാണ് ഇപ്പോൾ വി ഡി സതീശൻ ശ്രമിക്കുന്നത്. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് ചീഫ്, വിജിലൻസ് ഡയറക്ടർ തുടങ്ങിയ തസ്തികകളിലെ നിയമനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യം നിർണായകമാണെങ്കിലും മറ്റ് ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളിൽ മുഖ്യമന്ത്രി കൈകടത്തുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന ചോദ്യമാണ് മന്ത്രിമാരിൽ നിന്നും ഉയരുന്നത്. ഇക്കാര്യത്തിലെ പരാതി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. സർക്കാർ അധികാരം ഏറ്റെടുത്ത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നതിനാൽ പരസ്യമായ പ്രതികരണം ഒഴിവാക്കാനാണ് AICC നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. മുഖ്യമന്ത്രി ഇതേ ശൈലിയിലാണ് ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ അപ്പോൾ ഇടപെടാം എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. പൊട്ടിത്തെറി ഒഴിവാക്കാൻ കർണാടക മോഡൽ കോർ കമ്മിറ്റി ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് KC വേണുഗോപാലിന് അനുകൂല നിലപാടാണുള്ളത്. ഇതുവഴി മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാൻ പറ്റുമെന്നതാണ് കണക്കൂട്ടൽ. ഇനി അഥവാ സതീശൻ ഇതിനും വഴങ്ങിയില്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി തന്നെ അപ്പോൾ ചർച്ച ചെയ്യാം എന്നതാണ് ഹൈക്കമാൻഡ് നിലപാട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ വി ഡി സതീശന് നൽകിയ പിന്തുണ ഇനി ഒരു തർക്കമുണ്ടായാൽ അദ്ദേഹത്തിന് ലഭിക്കില്ലെന്ന കണക്കുകൂട്ടലും സതീശന് വിരുദ്ധ ചേരിക്കുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും വി ഡി സതീശനെ പുകച്ച് പുറത്തു ചാടിക്കുക എന്നത് സതീശൻ വിരുദ്ധ ചേരിയുടെ ലക്ഷ്യമാണ്. ഈ പോക്ക് പോയാൽ അതിനുള്ള അവസരം അധികം താമസിയാതെ തന്നെ സതീശനായിട്ട് തന്നെ ഉണ്ടാക്കി തരുമെന്നാണ് ഈ വിഭാഗം കരുതുന്നത്. മന്ത്രിസഭയിൽ സതീശൻ വിഭാഗം എന്ന് പറയാൻ സതീശൻ മാത്രമാണ് നിലവിലുള്ളത്. K മുരളീധരനെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാവർക്കും കൃത്യമായ നിലപാട് സതീശന്റെ കാര്യത്തിലുണ്ട്. അത് സതീശൻ വിരുദ്ധ നിലപാടാണെന്നതും പകൽ പോലെ വ്യക്തമാണ്. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ് കോൺഗ്രസിൽ മന്ത്രിമാരിൽ ഭൂരിപക്ഷവും. KC-യുടെയും VD-യുടെയും നേതാവായ രമേശ് ചെന്നിത്തലയാകട്ടെ ഒറ്റയാനുമാണ്. ആഭ്യന്തരവും വിജിലൻസും കൈവശമുള്ളതിനാൽ ഈ ഒറ്റയാനിൽ മറ്റുള്ളവർക്ക് ഒരു ഭയമുണ്ടെന്നതും യാഥാർത്ഥ്യമാണ്. സതീശനെ മാറ്റുന്ന സാഹചര്യമുണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ വിഭാഗം പിന്തുണയ്ക്കുക രമേശ് ചെന്നിത്തലയായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ സാധ്യത ഉള്ളതിനാൽ ആ ഘട്ടത്തിൽ കേരളത്തിലെ ലാൻഡ് ചെയ്യണമെന്നതാണ് KC വേണുഗോപാലിന്റെ നിലപാട് എന്നുമാണ് കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നത്. നടക്കാത്ത സ്വപ്നമാണ്.
ഇതൊന്നും നടക്കുകയേയില്ല. വെറുതെ ഓരോരുത്തരും മെനഞ്ഞു കൂട്ടുന്ന സ്വപ്നങ്ങളാണ്. ഇത് ഏത് ഗ്രൂപ്പിന്റെ ആഗ്രഹമാണെന്നതാണ് ഇനി അറിയേണ്ടത്. ഒരു കാരണവശാലും ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കാൻ അനുവദിക്കില്ല. അത് കർണാടകത്തിൽ അങ്ങനെ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുമില്ല, അവിടെയും ഉണ്ടാക്കാൻ സാധിക്കില്ല. അഥവാ അങ്ങനെ ഉണ്ടായാൽ ആത്മാഭിമാനം പണയം വെച്ചിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് വി ഡി സതീശൻ ഉണ്ടാകില്ലെന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഒരിക്കലും അതിന് നിന്നു കൊടുക്കുകയല്ല. അത് ഹൈക്കമാൻഡിന് വ്യക്തമായി അറിയാം. ഞാൻ നോക്കിയിട്ട് ഇത് പോത്തിനെ ചാരി എരുമയെ അടിച്ചതാ. കെ സി വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞിട്ട് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കാനുള്ള ഒരു PR വർക്ക്. ഇത് എഴുതിയ ആരായാലും ഒരു കാര്യം മനസ്സിലാക്കണം, വായിക്കുന്നവർ മൊണ്ണകളല്ലെന്ന്, അരിയാഹാരം കഴിക്കുന്നവരാണെന്ന്. പിന്നെ ഇങ്ങനെ എങ്കിലും പറഞ്ഞ് ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാർക്കും ഒക്കെ ആശ്വസിക്കാം.